കൊച്ചിയിൽ നടന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇലക്ട്രിസിറ്റി അജിറ്റേഷനാണ്. 1930s ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടക്കുന്നത്. അതായത് അന്നത്തെ ദിവാൻ, അതായത് കൊച്ചിയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. ഇതിനെതിരെ നടന്ന അജിറ്റേഷനാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇക്കണ്ട വാര്യർ, AR മേനോൻ, അതുപോലെ തന്നെ K അയ്യപ്പൻ എന്നിവരായിരുന്നു. ഇപ്പം എന്തായാലും ഇലക്ട്രിക് പവറിൻ്റേത് സപ്ലൈ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നതിൽ നിന്നും ഷൺമുഖം ചെട്ടിക്ക് തിരിയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊച്ചിയിലെ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിക്കാൻ ഇലക്ട്രിസിറ്റി അജിറ്റേഷന് കഴിഞ്ഞു. മറ്റൊന്നാണ് കൊച്ചി പ്രജാമണ്ഡൽ മൂവ്മെന്റ്. 1941 ഇത് ഫോം ചെയ്യുന്നത്. പ്രജാമണ്ഡൽ മൂവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചിയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് കൊച്ചി പ്രജാമണ്ഡൽ മൂവ്മെന്റിന്റെ ലക്ഷ്യം. നമ്മൾ നേരത്തെ കണ്ടു 1938 സ്റ്റേറ്റ് കോൺഗ്രസ് ട്രാവൻകൂറിൽ ഫോം ചെയ്യുന്നതും ട്രാവൻകൂറിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഫോം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതിന് സമാനമായിട്ട് തന്നെ 41 കൊച്ചിയിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഫോം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കൊച്ചിൻ പ്രജാമണ്ഡൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ലീഡേഴ്സ് നമ്മൾ നേരത്തെ ഇലക്ട്രിസിറ്റി അജിറ്റേഷനിൽ കണ്ട ഇക്കണ്ട വാര്യറുണ്ട്, VR കൃഷ്ണ എഴുത്തച്ഛൻ, കുറൂർ നീലകണ്ഠൻ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇവരാണ് കൊച്ചിൻ പ്രജാമണ്ഡൽ മൂവ്മെന്റിന്റെ ലീഡേഴ്സ്. എന്തായാലും ദിവാൻ അല്ലെങ്കിൽ കൊച്ചിൻ പ്രൈം മിനിസ്റ്റർ ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ്, ഓഫ് കോഴ്സ് അവരിതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അവരൊരു ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നടക്കാൻ ഇരുന്ന കൊച്ചിൻ പ്രജാമണ്ഡൽ മൂവ്മെന്റിന്റെ കോൺഫറൻസ് അന്നത്തെ ദിവാനായിരുന്ന AFW ഡിക്സൺ ബാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ബാൻ നിലനിൽക്കെ തന്നെ ആ കോൺഫറൻസ് കൂടുകയും ഒരുപാട് നേതാക്കൾ ജയിലിലടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കൊച്ചിയിൽ ഒരു ഉത്തരവാദിത്ത ഭരണം രൂപീകരിക്കുന്നതിൽ ആൾക്കാരെ കൂടുതലായിട്ട് ബോധവൽക്കരണം ചെയ്തു. അതിനുള്ള മൂവ്മെന്റ്സുകളായിരുന്നു. അതൊന്നും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കണ്ടില്ലെങ്കിലും പിന്നീട് വന്ന തിരുക്കൊച്ചി ഫോർമേഷനിലും പിന്നീട് യുണൈറ്റഡ് കേരള, ഐക്യ കേരളത്തിലേക്ക് പോകുന്നതിലൊക്കെ ഇത്തരം മൂവ്മെന്റുകൾ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്തും കൊച്ചിയിൽ പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് സ്ട്രോങ് ആയിരുന്നു. ദീനബന്ധു പോലെയുള്ള ന്യൂസ് പേപ്പറുകൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട VR കൃഷ്ണൻ എഴുത്തച്ഛൻ, കൊച്ചിൻ പ്രജാമണ്ഡൽ മൂവ്മെന്റ് ലീഡറായിട്ടുള്ള VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു ദീനബന്ധുവിന്റെ പ്രധാനപ്പെട്ട എഡിറ്റർ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 45 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രജാമണ്ഡൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും 19 സീറ്റുകൾ 12 സീറ്റുകൾ വിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന മറ്റൊരു മൂവ്മെന്റാണ് പാലിയം സത്യാഗ്രഹ. ഇത് ആക്ച്വലി ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം കേരളത്തിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ്. ആദ്യത്തെ സോഷ്യൽ അജിറ്റേഷനാണ് പാലിയം സത്യാഗ്രഹ എന്നുള്ള ഒരു സിഗ്നിഫിക്കൻസും കൂടെ ഇതുണ്ട്. 47 നടക്കുന്നത്, ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നടക്കുന്നത്. അതായത് പാലിയത്തച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചിൻ രാജാവിന്റെ പ്രൈം മിനിസ്റ്ററെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ റെസിഡൻസിന് ചുറ്റുമുള്ള റോഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. ചേന്നമംഗലം എന്ന് പറയുന്നതാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇതിൽ പ്രധാനപ്പെട്ട ഇതിന്റെ സത്യാഗ്രഹം ഇനോഗ്രേറ്റ് ചെയ്യുന്നത് C കേശവനാണ്. അതുപോലെ തന്നെ ഇതിൽ വനിതകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KK കൗസല്യ എന്ന് പറയുന്ന ലീഡർ പള്ളുരുത്തിയിൽ നിന്നും സൗഹൃദ ജാഥ നയിക്കുന്നുണ്ട് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. 47-48 ഇത് ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് നോക്കേണ്ടത് AG വേലായുധൻ എന്ന് പറയുന്ന ആള് പാലിയം സത്യാഗ്രഹത്തിൽ പോലീസ് ലാത്തി ചാർജിൽ മരിക്കുന്നുണ്ട്. ഇനി മലബാറിലേക്ക് വരാം. മലബാറിൽ നടക്കുന്ന റിവോൾട്ട്സ് പ്രധാനമായിട്ടും എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. കാരണം
ടിപ്പുവിന് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയല്ലോ. അപ്പം പിന്നീട് ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് എല്ലാം തന്നെ ബ്രിട്ടീഷ് കമ്പനിയുമായിട്ട് ഡയറക്റ്റ്ലി നടക്കുന്നതാണ്. മറ്റേ നോക്കുകയാണെങ്കിൽ ചിലപ്പം സ്റ്റേറ്റിനെതിരെ നടക്കാം, രാജാവിനെതിരെ അല്ലെങ്കിൽ ദിവാനെതിരെയൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനെതിരെയാണ് മലബാറിൽ റിവോൾട്ട്സ് നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഓർത്തുകൊള്ളുക. മലബാറിൽ നടക്കുന്ന ആദ്യത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിവോൾട്ട് കേരളവർമ്മ പഴശ്ശിരാജ. കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താന് ശേഷം സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഡിഫൻസാണ് പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ പേര് പുലരിശമ്മൻ കോട്ടയത്ത് രാജ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പം ആക്ച്വലി ടിപ്പുവിൻ്റെ പടയോട്ടമുള്ള സമയത്ത് പഴശ്ശിരാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഹെൽപ്പ് ചെയ്തിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വയനാട് വരുന്ന പ്രദേശമാണ് കോട്ടയം. വയനാട് കണ്ണൂരൊക്കെ വരുന്ന പ്രദേശമാണ് കോട്ടയം രാജ്യം. അവിടുത്തെ രാജാവായിരുന്നു പഴശ്ശിരാജ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുറുമ്പ്രനാട് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജാവിൻ്റെ മരുമകനായിരുന്നു പഴശ്ശിരാജ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം കോട്ടയത്തിന് ഇൻഡിപെൻഡൻസ് കിട്ടുമെന്ന് ബ്രിട്ടീഷുകാർ പ്രോമിസ് ചെയ്തിരുന്നു. എന്നാൽ കോട്ടയത്തിന് ഇൻഡിപെൻഡൻസ് കൊടുത്തില്ല. കോട്ടയത്തിൻ്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടുകയും കോട്ടയത്തിൽ നിന്ന് ടാക്സ് പിരിച്ചെടുക്കാനുള്ള അവകാശം കുറുമ്പ്രനാട് രാജാവിന് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ടാക്സ് പോകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് തന്നെയായിരുന്നു. അതിന് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടാക്സ് പോളിസി ആണ് കോട്ടയം എന്ന് പറയുന്ന രാജ്യത്ത്, പഴശ്ശിരാജയുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് കേരളവർമ്മ പഴശ്ശിരാജ റിവോൾട്ട് ചെയ്യുന്നത്. 2 റിവോൾട്ട് നടക്കുന്നുണ്ട്. ആദ്യം 1790 മുതൽ 1797 വരെയുള്ളതാണ് ആദ്യത്തെ റിവോൾട്ട്. ഇത് പ്രധാനമായിട്ടും ടാക്സ് എക്സ്പ്ലോയിറ്റേഷൻ്റെ പേരിലായിരുന്നു. ഈ റിവോൾട്ടിന് ശേഷം സെക്കൻഡ് റിവോൾട്ട് നടക്കുന്നത് ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇത്രയും കാലം ഡിഫെൻഡ് ചെയ്ത് നിന്നിരുന്ന ഈ പഴശ്ശിരാജയെ ക്യാപ്ചർ ചെയ്യാനും വയനാട് പിടിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർക്കാനും കോട്ടയം എന്നുള്ള കിണ്ടത്തെ ഇല്ലാതാക്കിയിട്ട് ബ്രിട്ടീഷ് കമ്പനിയോട് ചേർക്കാനും ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. ഇതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് റിവോൾട്ട് ഓഫ് പഴശ്ശി 1793-97 വരെ നടക്കുന്നത്. അപ്പം ഇതിന് പ്രധാനപ്പെട്ട ലീഡേഴ്സ് പഴശ്ശിരാജയ്ക്കൊപ്പം തന്നെ നിന്നിരുന്ന കുറച്ച് പേരെ നമ്മൾ നോക്കേണ്ടത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, തലക്കൽ ചന്തു. ഇതിൽ തലക്കൽ ചന്തു എന്ന് പറയുന്നത് ട്രൈബൽ ലീഡറാണ്, കുറിച്യ ലീഡറാണ്. ആർച്ചറി യൂസ് ചെയ്തിട്ടുള്ള ഗറില്ല വാറിൽ വളരെ എക്സ്പേർട്ടായിരുന്നു ഇദ്ദേഹം. അപ്പോൾ പഴശ്ശിരാജയുടെ ഈ ഒരു ആക്രമണത്തെ തിരിച്ചടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കമാൻഡർ ചീഫാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. കാരണം ലോകത്തെ തന്നെ വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന അതേ ആർതർ വെല്ലസ്ലി തന്നെയാണ് ഇവിടെ വയനാട്ടിൽ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഒരു ഫാക്റ്റും കൂടെ നിങ്ങൾ ഓർക്കുക. സോ ആർതർ വെല്ലസ്ലി, അതേപോലെ തന്നെ 1804 സബ് കളക്ടർ തോമസ് ഹാർവി ബാബർ, ഇദ്ദേഹത്തെയും പഴശ്ശിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും ചേർന്നിട്ട് പഴശ്ശിക്കെതിരായിട്ടുള്ള യുദ്ധ നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് കോൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് 1200 പേരടങ്ങിയ ഒരു പോലീസ് ഫോഴ്സിനെ, മെയിനായിട്ടും ഇവിടെയുള്ള ലോക്കൽ പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഫോഴ്സിനെ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. 1805 നവംബർ 30 അതാണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തുന്ന തീയതി. അന്നേ ദിവസം വെച്ചിട്ട് പഴശ്ശിരാജ മരിക്കുകയാണ് ചെയ്യുന്നത്. സർദാർ KM പണിക്കർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരള സിംഹം എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം.
നമുക്കറിയാം ഇത് പഴശ്ശിരാജ എന്ന് പറയുന്ന പേരിൽ പോപ്പുലറായിട്ടുള്ളൊരു ഫിലിമും ഇറങ്ങിയിട്ടുണ്ട്. സോ പഴശ്ശിരാജ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് KASനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മൾ നോക്കുന്നത്, ബ്രിട്ടീഷുകാരുമായിട്ട് പഴശ്ശിരാജയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ എന്താണ്? ഒന്ന്, ടാക്സ് എക്സ്പ്ലോയിറ്റേഷൻ. രണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രൈ ടു അറ്റാക്ക് കോട്ടയം ആൻഡ് ട്രൈ ടു ക്യാപ്ചർ കോട്ടയം കിങ്ഡം. ഇതിനെതിരെ പഴശ്ശിരാജ റിവോൾട്ട് ചെയ്യുന്നു. അദ്ദേഹം ലോക്കൽ പീപ്പിളിനെ ഓർഗനൈസ് ചെയ്യുന്നു, ലൈക്ക് ട്രൈബൽ പീപ്പിളിനെ ഓർഗനൈസ് ചെയ്യുന്നു. അദ്ദേഹം ഗറില്ല വാർഫെയറിലൂടെ ബ്രിട്ടീഷുകാരെ ഡിഫെൻഡ് ചെയ്യുന്നു. ഒരു വലിയൊരു പീരീഡ് ഓഫ് ടൈമിൽ വരെ കോട്ടയം രാജ്യം, ഇൻക്ലൂഡിങ് മെനി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് വയനാട്, വെർ നോട്ട് ആക്സസിബിൾ ടു ബ്രിട്ടീഷ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി തലശ്ശേരി കളക്ടറായിട്ട് ഹാർവി പാർപ്പറേയും അതുപോലെ തന്നെ കമാൻഡർ ചീഫായിട്ട് ആർതർ വെല്ലസ്ലിയെയും അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ആർതർ വെല്ലസ്ലി തന്നെയാണ് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നതും. സോ 1805 പഴശ്ശിരാജ ജീവത്യാഗം ചെയ്യുന്നു. പഴശ്ശിരാജയ്ക്ക് ശേഷം തന്നെ കുറിച്യർ വീണ്ടും ഒരു റിവോൾട്ടിലേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം പഴശ്ശിരാജയ്ക്ക് ഗറില്ല വാർഫെയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് കുറിച്യ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ കുറിച്യ റിവോൾട്ടിൻ്റെ ഇയർ പഴശ്ശി മരിച്ചിട്ട് വീണ്ടും ഒരു 7 വർഷം കഴിഞ്ഞ് 1812 ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഴശ്ശിരാജ റിവോൾട്ടിൻ്റെ കാരണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കുറിച്യ റിവോൾട്ടിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം പഴശ്ശിരാജ മരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും കോട്ടയം അടങ്ങുന്ന സ്ഥലം, വയനാടിൻ്റെ വലിയൊരു ഭാഗം തന്നെ ബ്രിട്ടീഷുകാർ അക്വയർ ചെയ്യുകയും അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് നേരത്തെ പല രീതിയിലുള്ള ക്രോപ്സ് ആയിട്ടും ഗുഡ്സ് ആയിട്ടും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് പറ്റില്ല. ടാക്സ് ഇൻ ടേംസ് ഓഫ് ക്യാഷ്, പണമായിട്ട് തന്നെ വേണം എന്ന് കമ്പനി നിർബന്ധം പിടിക്കുകയും അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കുറിച്യർ റിവോൾട്ട് ചെയ്യുന്നത്. അപ്പം വട്ടത്തൊപ്പിക്കാരെ, കമ്പനിക്കാരെ കുറിച്യർ വിളിച്ചിരുന്ന പേരാണ് വട്ടത്തൊപ്പിക്കാർ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഈ കുറിച്യ റിവോൾട്ടിന്റെ ഒരു മുദ്രാവാക്യം എന്ന് അന്നത്തെ കളക്ടർ തോമസ് ഹാർവി ബാർബർ തന്നെ തൻ്റെ നോട്ട്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമൻ നമ്പി എന്നുള്ള പേര് കുറിച്യ റിവോൾട്ടുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹമായിരുന്നു കുറിച്യ റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ലീഡർ. ഇപ്പം കുറിച്യ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റിയുടെ പേര് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് രാമൻ നമ്പിയുടേതാണ്. വളരെ ശക്തമായിട്ട് തന്നെ കുറിച്യർ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പിടിച്ചു നിന്നു എന്ന് വേണം നമുക്ക് പറയാൻ. വയനാടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസസ്, റോഡ്സ് അതെല്ലാം തന്നെ അവർ കീഴ്പ്പെടുത്തി വെച്ചിരുന്നു. പിന്നീട് അധികം താമസിയാതെ തന്നെ നമുക്കറിയാം മോഡേൺ ആയിട്ടുള്ള വെപ്പൺസും ട്രെയിൻഡ് ആയിട്ടുള്ള ആർമികളും ഉള്ളത് കൊണ്ട് തന്നെ കുറിച്യാസിനെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? കുറിച്യ റിവോൾട്ടിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇറ്റ് വാസ് ബേസിക്കലി പെസന്റ് റിവോൾട്ട്. അത് കർഷകരുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസിങ് കമ്മ്യൂണിറ്റിയുടെ റിവോൾട്ട് തന്നെയായിരുന്നു. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം അവിടെ ബാർട്ടർ സിസ്റ്റം ആയിരിക്കാം നിലനിന്നിരുന്നത്. അവിടെ ക്യാഷ് അധികം ഉണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അതിൽ നിന്നും അവർ കൺസ്യൂം ചെയ്ത് ബാക്കിയുള്ളത് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ടാക്സ് ആയിട്ടോ കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ടാക്സ് ആയിട്ട് ക്യാഷ് തന്നെ വേണം എന്നുള്ള ഡിമാൻഡാണ് ബ്രിട്ടീഷ് കമ്പനി എടുത്തത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പെസന്റ് റിവോൾട്ടായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ഈ റിവോൾട്ടിൽ ഒന്നും തന്നെ ഒരു ഫ്യൂഡൽ അപ്രൈസിങ്ങിന്റെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. പല പെസന്റ് റിവോൾട്ടിലും ഒരു ഫ്യൂഡൽ ലോഡ്സിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. തങ്ങളുടെ സ്ഥലം ബ്രിട്ടീഷ് കമ്പനിക്കാരെ എടുക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇത് കാണാം. ഇതങ്ങനെയല്ല. ഇത് വളരെ പ്യൂർലി ആയിട്ടുള്ള ഒരു പെസന്റ് റിവോൾട്ട് എന്ന് വേണമെങ്കിൽ കുറിച്യ റിവോൾട്ടിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. മറ്റൊന്ന് മാപ്പിള റിവോൾട്ട്സ് ആണ്. 1850-കളിൽ തന്നെ മാപ്പിള റിവോൾട്ട്സ്, മാപ്പിള കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ലഹളകൾ ഈ മലബാർ ഏരിയയിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ
ടിപ്പുവിൻ്റെ സമയത്ത് തന്നെ അല്ലെങ്കിൽ സാമൂതിരിയുടെ സമയത്ത് തന്നെ മാപ്പിള കമ്മ്യൂണിറ്റീസിന് ലാൻഡിൽ ചില അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ടിപ്പു വന്ന സമയത്ത് ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന നാടുവാഴികൾ ട്രാവൻകൂറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു പോയയുടെ ലാൻഡുകൾ തന്നെ മുസ്ലിം പെസൻസിന് പതിച്ചു കൊടുക്കുക എന്നുള്ള പോളിസിയാണ് ടിപ്പു സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ പെസന്റ് കമ്മ്യൂണിറ്റി ലാർജ്ലി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നതായിരുന്നു. സോ ശേഷം മലബാർ ടിപ്പുവിൻ്റെ കയ്യിൽ നിന്ന് പോയി, ടിപ്പു മരിച്ച് തിരിച്ച് ബ്രിട്ടീഷ് ഭരണത്തിലായപ്പോൾ നേരത്തെ പോയിരുന്ന ട്രാവൻകൂറിലേക്കും കൊച്ചിയിലേക്കും പോയിരുന്ന ക്ലാസ്, നായർ നമ്പൂതിരി ക്ലാസ്, അവർ തിരിച്ച് മലബാറിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മലബാറിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ അഗ്രികൾച്ചർ ലാൻഡ് എടുത്തിട്ട് തിരിച്ച് ഈ കമ്മ്യൂണിറ്റീസിന് തന്നെ കൊടുക്കുന്നു. ബ്രിട്ടീഷുകാർ അങ്ങനെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് ഈ കമ്മ്യൂണിറ്റി, ഈ എലൈറ്റ് ക്ലാസിന്റെ, നായർ നമ്പൂതിരി ക്ലാസിന്റെ സപ്പോർട്ട് ആവശ്യമായിരുന്നു ഭരണത്തിന്. രണ്ട്, ഈ ജന്മികളിൽ നിന്നും ടാക്സ് പിരിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ജന്മികൾ ഈ പെസൻസിന്റെ കയ്യിൽ നിന്നും ടാക്സ് പിരിക്കും, അതിന്റെ വലിയൊരു അളവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കും. ഈ ഒരു സിസ്റ്റത്തിനും കൂടി വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ലാൻഡ് പെസന്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും തിരിച്ചു വാങ്ങിയിട്ട് ഫ്യൂഡൽ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു എന്നുള്ള ഒരു പ്രോസസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് മാപ്പിള റിവോൾട്സുകൾ നടക്കുന്നത്. അപ്പം ഇത് ലാൻഡ് ഒരു എക്സ്ചേഞ്ചബിൾ പ്രോപ്പർട്ടി ആക്കി മാറ്റി. നമുക്കറിയാം, മദ്രാസ് പ്രസിഡൻസിയിൽ 1820 തന്നെ റയട്ട് വാരി സിസ്റ്റം എന്ന് പറയുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം നിലവിൽ വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് കൊണ്ടുവന്നത്. ഒന്ന് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അത് ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയനിലാണ് കൊണ്ടുവന്നത്. 2, റയോട്ട് വാരി സിസ്റ്റം, അത് മദ്രാസ്, ബോംബെയുടെ ചില ഭാഗങ്ങൾ, ഇവിടങ്ങളിൽ റയോട്ട് വാരി സിസ്റ്റം. ഇതിൽ പെസൻസ് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ലാൻഡ് കമ്പനി എടുത്ത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു സിസ്റ്റമാണ് റയോട്ട് വാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ലാൻഡ് ഒരു എക്സ്ചേഞ്ചബിൾ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നത് മലബാറിൽ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കാത്ത ടെനൻസിനെ കോർട്ട് ഓർഡർ പ്രകാരം പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ, അത് മലബാറിൽ വളരെ സ്വാഭാവികമായിട്ട് 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടാണ് മാപ്പിള കലാപങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പോലീസ് ഫോഴ്സിനെ തന്നെ MSP എന്ന് വിളിക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ഫോഴ്സിനെ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് 1854. അപ്പം ഇതിന് പ്രതികാരം എന്നോണം മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന HV കനോലിയെ കൊല്ലപ്പെടുന്നു 1855. സോ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് 1899 മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനന്റ് ഇംപ്രൂവ്മെന്റ് ആക്ട് മദ്രാസ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്നുണ്ട്. അപ്പം ഇത് മലബാർ കലാപങ്ങൾ ഇവിടുത്തെ ലാൻഡ് റിഫോംസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. 1850കളിൽ നടക്കുന്ന മലബാർ കലാപങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മലബാർ സ്പെഷ്യൽ പോലീസ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ ഒക്കെ ഇന്നത്തെ ഒരു ഫുട്ബോൾ ആവേശത്തിൻ്റെയൊക്കെ ഒരു തുടക്കം ഈ ഒരു മാപ്പിള കലാപങ്ങളുടെ ഒരു ശേഷമാണ്. കാരണം മലബാർ സ്പെഷ്യൽ പോലീസ് വരുന്നു, അവര് ഒഴിവ് സമയങ്ങളിൽ ഫുട്ബോൾ വിനോദത്തിനായിട്ട് കളിച്ചിരുന്നു. അപ്പം ആളില്ലാത്ത സമയങ്ങളിൽ ലോക്കൽ പീപ്പിളിനെയും കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെയാണ് മലപ്പുറം റീജിയനിൽ ഫുട്ബോൾ വളരെയധികം സ്പ്രെഡ് ആവുന്നതിന് ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് മലബാറിൽ നടന്ന കലാപങ്ങളെ കുറിച്ചാണ്. അതിൽ മാപ്പിള കലാപങ്ങൾ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിൻ്റെ ഒരു റിസൾട്ടുമാണ് നമ്മൾ പറയുന്നത്. ദെൻ കോൺഗ്രസ് ആക്ടിവിറ്റി ഇൻ മലബാർ. നമുക്കറിയാം, മലബാർ എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ അണ്ടറിലുള്ള ഒരു ജില്ലയാണ്. മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു ജില്ലയാണ് മലബാർ. അങ്ങനെ വരുമ്പോൾ മദ്രാസിൽ ഒരു കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്, മദ്രാസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അതിൻ്റെ കീഴ്ഘടകമായിട്ടാണ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. 1916 അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് മറ്റാരുമല്ല, ആനി ബസന്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയാണ്. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ
പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആനി ബസന്റ് ആണ് ബ്രിട്ടീഷ് പ്രസിഡൻസിയിലെ മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ ഒരു കോൺഗ്രസ് കമ്മിറ്റി ഫോം ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്നത്. അതിനുശേഷം 1920 മഞ്ചേരി കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നു. ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൽ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ലൈക്ക് സെൽഫ് ഗവൺമെന്റ് ഫോം ചെയ്യാം, പകരം പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇത്രയായിരിക്കും, അതുപോലെ തന്നെ പിന്നീടൊരു നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഇത് കൂട്ടാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ധാരാളം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെൽഫ് ഗവൺമെന്റ് ഫോം ചെയ്യാം, അത് എപ്പോൾ ഫോം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ആ ഗവൺമെന്റ് രൂപം എന്താണെന്നോ എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അഫർമേഷൻ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൽ വരുന്നില്ല. സോ കോൺഗ്രസിൽ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡിനെ റിഫോംസിനെ വെച്ചിട്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം ഇതിനെ അംഗീകരിക്കുകയും മറുവിഭാഗം ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പം 1920 മഞ്ചേരിയിൽ വെച്ച് ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടക്കുമ്പോൾ ഇതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. ഇപ്പം നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ മഞ്ചേരി സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു സ്പ്ലിറ്റ് കേരളത്തിൽ മലബാർ കോൺഗ്രസിനകത്ത് ഉണ്ടാവുകയാണ്. അതിലൊരു വിഭാഗം മൊണ്ടേഗു ചെംസ്ഫോർഡിനെ അനുകൂലിക്കുകയും മറുവിഭാഗം പ്രതികൂലിക്കുകയും ചെയ്തു. ഇത് അനുകൂലിക്കുന്ന വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ലീഡർ ആനി ബസന്റ് അടക്കമുള്ള ലീഡേഴ്സ് ആയിരുന്നു. അതിൽ ഇവിടെയുള്ള ബ്രിട്ടീഷ് കമ്പനിയുടെ ആഭിമുഖ്യമുള്ള കോൺഗ്രസ്, ബ്രിട്ടീഷ് ഭരണത്തോട് ആഭിമുഖ്യമുള്ള പ്രധാനമായിട്ടും എലൈറ്റ് ക്ലാസ്സിലുള്ള ലീഡേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം കുറച്ച് റെവല്യൂഷണറി ആയിട്ട് ചിന്തിക്കുന്ന, സോഷ്യലിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന കോൺഗ്രസിനകത്തുള്ള ലീഡേഴ്സ് ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പം മഞ്ചേരി കോൺഫറൻസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാൽ ഈ എതിർക്കുന്നവരുടെ എണ്ണമായിരുന്നു കൂടുതൽ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രീമിസ്റ്റുകളുടെ വിജയമാണ് മഞ്ചേരി കോൺഫറൻസിൽ നടക്കുന്നത്. മോഡറേറ്റ്സുകളായിട്ട് മോൺഫോർഡ് റിഫോംസിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്നു. സോ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിനെ അനുകൂലിച്ചുകൊണ്ട് ആനി ബസന്റ് മുന്നോട്ട് വെച്ച പ്രമേയം മഞ്ചേരി കോൺഫറൻസിൽ പരാജയപ്പെടുകയും മോഡറേറ്റ്സുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് മഞ്ചേരി കോൺഫറൻസിൽ നടക്കുന്നത്. സോ അതാണ് അതിൻ്റെ പ്രാധാന്യം. അടുത്തത് മലബാർ റെബലിയൻ. ഈ അടുത്ത് വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു ചരിത്ര സംഭവമാണ് മലബാർ റെബലിയൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മലബാർ റെബലിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ നിന്നും ഔട്ടാക്കി എന്നുള്ളതായിരുന്നു കോൺഫറൻസ്, ആ ഒരു കോൺട്രവേഴ്സി. അപ്പോൾ എന്തായാലും മലബാർ റെബലിയൻ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇവൻ്റ് തന്നെയാണ്, പൊളിറ്റിക്കൽ ഇവൻ്റ് തന്നെയാണ്. മെയിനായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാപ്പിള കലാപങ്ങളുടെ ഒരു ഹിസ്റ്ററി തന്നെയാണ്, ഒരു റീസൺ തന്നെയാണ് മലബാർ കലാപത്തിനും ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാനുള്ളത്. അതായത് പെസൻസും ലാൻഡ് ലോഡ്സും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് ഇതിൻ്റെ ബേസിസ്. ഒപ്പം കൊളോണിയൽ ഗവൺമെൻറ്റിന് ടാക്സേഷൻ പോളിസീസിന് എതിരായിട്ടുള്ള അവയർനെസ്സും ഈ പെസൻസിനിടയിൽ ഉണ്ടായിരുന്നു. 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ശക്തമാവുന്നു. ഇപ്പോൾ ഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെയും ചേർത്ത് പിടിച്ചിരുന്നു. അതായത് തുർക്കിയിൽ ഖലീഫൈറ്റ് സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ള മുസ്ലിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ചേർത്തുകൊണ്ടാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മലബാറിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് നടക്കുന്നത്. അപ്പം ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ കൊളോണിയൽ ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള സമരം നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ കോവിലകത്ത് നിന്നും ഒരു പിസ്റ്റോൾ, ഒരു തോക്ക് കളവ് പോവുകയും അത് ഈ ഖിലാഫത്ത് ലീഡേഴ്സിൽ ഒരാളുടെ വീട്ടിലുണ്ടെന്നും അതിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് വരികയും ചെയ്യുന്നു. ഇതിനെതിരെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇതാണ്
മലബാർ കലാപം തുടങ്ങാനുള്ള ഒരു ഇമ്മീഡിയറ്റ് ഈവന്റ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആലി മുസ്ലിയാർ, ഇദ്ദേഹം ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഈ റീജിയനിലുള്ള പ്രസിഡന്റ് ആയിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതില് മോസ്റ്റ് നോട്ടബിൾ ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന പൂക്കോട്ടൂർ വാർ, ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂരാണ്. അതായത് ഇതിൽ ബ്രിട്ടീഷ് ട്രൂപ്പിന് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ലോക്കൽ ഫോഴ്സിന്റെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. തിരിച്ചവർ സേഫ്റ്റിയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വലിയൊരു മാസക്കാലയളവിൽ ഈ ഒരു ഏരിയയിൽ ബ്രിട്ടീഷ് പോലീസ് ഫോഴ്സിൻ്റെയോ അതോ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെയോ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രൊട്ടസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിഷേധക്കാർ കാഴ്ചവെച്ചത്. ബ്രിട്ടീഷ് ഓഫീസുകളെല്ലാം തന്നെ ഇവർ കയറി അടങ്ങുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നിർത്താൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പോലീസുകാരെ എവിടെ കണ്ടാലും അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഈ ഏരിയയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ലൈക്ക് കോടതികളിൽ കയറിക്കൊണ്ട് ജഡ്ജിന്റെ ചേംബറിൽ ഇരുന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു എന്നുള്ള രീതിയിൽ അവർ ഒരു പോളിസി മുന്നോട്ട് വെക്കുകയും ഈ ഏരിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏറനാട്, വള്ളുവനാട്, തേലൂക്ക് അടങ്ങുന്ന ഈ ഒരു ഏരിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ഒരു മിലിറ്ററി കമാൻഡർ എന്നുള്ള നിലയിൽ അവരോധിക്കപ്പെട്ടത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു. അദ്ദേഹം തൻ്റെ ഈ ഒരു റീജിയനെ മലയാള രാജ്യം എന്ന പേരും നൽകുകയും ഈവൻ ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നവർക്ക് പാസ്പോർട്ട് വരെ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരുന്നു. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും മലബാർ റെബലിയന് ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ള ഒരു സപ്പോർട്ട് പിന്നീട് ലഭിച്ചില്ല. അത് കൂടുതൽ വയലന്റ് ആയി പോവുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതൊരു കമ്മ്യൂണൽ ക്ലാഷ് ആയി മാറുകയും കൂടുതൽ വയലന്റ് ആയി മാറുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് സപ്പോർട്ടും കുറഞ്ഞു വന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഏതായാലും ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് വാഗൺ ട്രാജഡി നടക്കുന്നത് 1921 നവംബർ 10. അതായത് മുസ്ലിം റൈറ്റേഴ്സിനെ ബ്രിട്ടീഷ് പോലീസ് കീഴ്പ്പെടുത്തുകയും അതിൽ പിടിച്ചുകൊണ്ടുവന്ന കുറേ ആൾക്കാരെ മദ്രാസ് പ്രസിഡൻസിയുടെ ബെല്ലാരി ജയിലിലേക്ക് തിരൂരിൽ നിന്നും ഒരു വാഗണിൽ കൊണ്ടുപോവുകയും പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പേര് ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. ഏതായാലും മലബാർ കലാപത്തിന്റെ പിന്നീടുള്ള ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു, മലബാർ കലാപത്തിന് ശേഷം ഉള്ള മലബാർ എങ്ങനെയൊക്കെ മാറിയിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രധാനമായിട്ടും ഈ ഏരിയയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ പൊളിറ്റിക്കൽ അവയർനെസ് കൂടാനും ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അടക്കമുള്ള ഫോർവേഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് മോഡൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അവരെ എംപവർ ചെയ്യിക്കാനും മലബാർ റെബലിയൻ കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നേരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു പോളിസിയാണ് ഉണ്ടായത്. അതായത് മലബാർ ഒരു വളരെ റെബലിയസ് ആയിട്ടുള്ള ഒരു റീജിയനാണ്, ഇതിനെപ്പോഴും കൺട്രോളിൽ വെക്കണം, അപ്പോൾ അവിടെ പോലീസ് ആക്ഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മലബാറിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമെന്ന നിലയിൽ അധികം ഡെവലപ്മെന്റ്സ് ഒന്നും കൊണ്ടുവരാൻ, അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ട്രേഡ് ഡെവലപ്മെന്റ്സോ ഒന്നും കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടില്ല എന്നും മലബാർ കലാപത്തിന് ശേഷം കാണാൻ കഴിയും. കേരളത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം 1920s ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഫോം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടു മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ആയിരുന്നു, ട്രാവൻകൂർ സ്റ്റേറ്റ് വേറെ ആയിരുന്നു. എന്നാൽ 1920s ശേഷം ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ ഫോം ചെയ്യുന്നു. അങ്ങനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ഉള്ള ഒരു ഫോർമേഷന് അത് കാരണമാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് മറ്റേത് സ്ഥലത്തും നടക്കുന്ന പരിപാടികൾ അതേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ കേരളത്തിൽ നടന്നിരുന്നു. അത്തരം നോക്കുമ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കേരളത്തിൽ പയ്യന്നൂർ എന്നതായിരുന്നു കേരളത്തിലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കെ കേളപ്പൻ, പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു. അവര്
പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കിക്കൊണ്ട് നിയമം ലംഘിക്കുകയുണ്ടായി. കെ കേളപ്പനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം മൊയാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന ലീഡർ ഉപ്പ് സത്യാഗ്രഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്തും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡറാണ് കോഴിക്കോട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ലീഡറും മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ്. അതും പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഗാനം ഈ കാലഘട്ടത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിട്ടുള്ള സപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറവായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ കേരളത്തിൽ പ്രധാനമായിട്ടും മലബാർ ഏരിയയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ചെറിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇതിൽ കോൺഗ്രസ് ലീഡേഴ്സ് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെയുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പബ്ലിക് ആയിട്ടുള്ള പ്ലേസുകളിൽ ബോംബ് വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു പോളിസിയാണ് എടുത്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫറൂഖ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ ചില പോലീസ് സ്റ്റേഷനുകൾ, അവിടെയൊക്കെ ബോംബ് വെച്ചിട്ട് ത്രട്ടൺ ഉണ്ടാക്കുക എന്നുള്ള ഒരു പോളിസിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. അതായത് കീഴരിയൂർ പോലീസ് സ്റ്റേഷൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഡോക്ടർ KB മേനോൻ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്, അന്നത്തെ കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് കേരളത്തിലെ പ്രധാനമായിട്ടും നേതൃത്വം നൽകിയ ഒരു ലീഡർ. അതുപോലെ സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് കേരളത്തിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം ഇതാണ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിലുള്ള മൂവ്മെന്റ്സ് പൊതുവെ കുറവാണ്. പക്ഷേ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മലബാർ റവന്യൂ തുടങ്ങുന്നത്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് പയ്യന്നൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിലും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ KB മേനോന്റെ പേരാണ്. അദ്ദേഹം ഒരു യങ് കോൺഗ്രസ് ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞ ഒരു കേസും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.